ശ്രേയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ നാടൻ ഫ്രൂട്ട്, ഒരു മായവും മന്ത്രമൊന്നും ഇല്ലാത്ത സെറ്റ് സാധനം. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് നമ്മുടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇതിന് വലിയ ഡിമാൻഡ് ഇല്ലാത്ത. ഇതാണ് നമ്മുടെ വരിക്കച്ചക്ക. ഇത് വരിക്കച്ചക്ക ഇന്ന് എനിക്ക് അങ്ങനെ വലിയ താല്പര്യമില്ല. നമ്മുടെ മോളുണ്ട്, മോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൊതിയാണ്. ചക്ക എവിടെ കണ്ടെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ ഓടിങ്ങി വരും. നമുക്കിത് ഒറ്റ വെട്ടിന് മുറിക്കാം. ഇവിടെ വേറെ മറ്റേ കോടാലി പോലുണ്ട്. ഒന്ന് വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മുറിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഇത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുപ്പത്തിൽ എന്നാ വീട്ടിൽ ചക്ക വേവിക്കും. ചക്ക വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാത്രം രാവിലെ എടുക്കത്തില്ല. എന്താന്നാ, ഈ ചക്ക അങ്ങോട്ട് വെച്ചിട്ട് അവരെല്ലാം എടുത്ത് എൻ്റെ പങ്ക് അവിടെ വെക്കും. എന്നിട്ട് അടുത്ത ദിവസം രാവിലെ പഴുങ്ങിഞ്ഞിയുടെ കൂടെ ഒരു പിടിയുണ്ട്. ഇവിടെ ഞാൻ ഇവരുടെ അടുത്ത് പറയുമ്പോഴത്തേന് ഇവരെല്ലാം കൂടെ എന്നെ കളിയാക്കും. എന്നാന്നറിയോ, ഞാൻ ഈ ചക്കയൊക്കെ ആണല്ലേ, ഇതാ കണ്ടില്ലേ, വരിക്കച്ചക്ക, സൂപ്പർ ചക്ക അല്ലേ. അപ്പോൾ ഈ ചക്കയ്ക്ക് ആഗ്രഹം മൂത്ത് ഒരാളുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു പീസ് ചക്ക മുറിച്ചത് ഇവിടോട്ട് വന്നു. അപ്പോൾ ചക്ക മുറിച്ചതിന് ചെറിയൊരു പീസ് നമ്മുടെ കുഞ്ഞിന് കൊടുക്കാം. മധുരം ഉണ്ടോന്ന് പറയണം. അത്യാവശ്യം മധുരമുണ്ട്. ഇന്നത്തേക്ക് ആയതുകൊണ്ട് ഇച്ചിരി മധുരം കുറവുണ്ട്. നാളെ സെറ്റാവും. അപ്പോൾ പറഞ്ഞു തന്നെ, രാവിലെ ഞാൻ പഴുങ്ങിഞ്ഞിയുടെ കൂടെ ചക്ക എടുക്കും. നിങ്ങളൊന്ന് കഴിച്ചു നോക്കണേ. പഴുങ്ങിഞ്ഞിയും ചക്കയും തൈര്, ചിലപ്പോൾ മീൻകറി കാണും, നല്ല പുളിയൊക്കെ ഇട്ട് മീൻകറിയൊക്കെ കാണും. അതും ഇട്ട് കഴിക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ നല്ല കുഴച്ച് ഞെരടി കഴിക്കും. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോൾ ഞാൻ അങ്ങനെയൊന്നും കഴിക്കാനുള്ളൊരു സാഹചര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കഴിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഇതൊക്കെ മുറിച്ചപ്പം ആ കാര്യത്തെക്കുറിച്ച് ഒരു ഓർമ്മ വന്നു. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ, ഈ വെളിയിലൊക്കെ ഉണ്ടല്ലോ ഇതിനൊക്കെ എന്താ പറയുന്നത്, അവിടുത്തെ മാർക്കറ്റിലൊക്കെ കിട്ടും. ഇത് എങ്ങാണ്ട് 1 കിലോയ്ക്കൊക്കെ നല്ല വിലയാണ്. നമ്മുടെ ഇവിടെയൊക്കെയാണ് ഇതിനൊരു വിലയില്ലാതെ ഇങ്ങനെ കിടക്കുന്നത്. എങ്കിലും എല്ലാവർക്കും ഇഷ്ടമാണ്, പഴയ ആൾക്കാർക്ക് കൂടുതലും ഇഷ്ടമാണ്. എനിക്ക് ചക്കയുടെ മണം വന്ന അപ്പം ഞാൻ വരും. ചക്ക എവിടെ കണ്ടെന്ന് പറഞ്ഞാലും മോക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്കൊന്നും അത്ര ഇഷ്ടമില്ല. ഇഷ്ടമുണ്ടെങ്കിലും മോടത്രയും എനിക്ക് അത്ര ഇഷ്ടമില്ല. പിന്നെ അത് മതി. മതിയോ? ഓക്കെ. അപ്പം ഇത് ഇത്ര മാറ്റി വെക്കാം. നമുക്ക് അടുത്ത ചെറിയ പീസ് ഉണ്ടോ, നമുക്ക് അടുത്ത് എടുക്കാൻ വേണ്ടിയാണേ. എങ്ങനെയുണ്ട് ചക്ക? എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ഇതിപ്പോൾ നമുക്ക് ചെറിയ പീസാക്കാം. എനിക്ക് പണ്ട് ഈ വരിക്കയും കൂഴയും തമ്മിൽ അറിയത്തില്ലായിരുന്നു. ചക്ക എന്ന് മാത്രമേ അറിയുള്ളായിരുന്നു. അപ്പോൾ ഈ വരിക്കച്ചക്ക ഞാൻ കുറേ കഴിച്ചിട്ട് എപ്പോഴോ കൂഴച്ചക്ക കഴിച്ചു. വരിക്കച്ചക്ക കഴിക്കുന്ന ആ രീതിയിൽ കൂഴ കഴിച്ചു. ചെറുപ്പത്തിലെ കാര്യമാണ്. ഈ കൂഴ കഴിച്ചപ്പോൾ ഉള്ള എല്ലാം കൂടെ കുഴച്ച് അണ്ണാക്കിനകത്ത് ഇരുന്നിട്ടേ നമുക്ക് ഓക്കാനം പോലൊക്കെ വന്ന ചരിത്രമൊക്കെ ഉണ്ട്. എനിക്കൊന്ന് ഇവരുടെ ആണോ? അല്ല, നല്ല നാരെടുത്ത് ഇതുപോലെ തന്നെ മുറിച്ചെടുക്കത്തില്ലേ? മുറിച്ചെടുക്കുന്ന കൂട്ടത്തിൽ പിള്ളേരില്ല അന്നേരം. ആണോ? അപ്പൊ രഞ്ജു പറഞ്ഞത്, രഞ്ജുവിന്റെ അച്ഛൻ്റെ അമ്മ നല്ല രീതിയിലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കാനൊക്കെ നല്ല ടേസ്റ്റാന്നൊക്കെ പറയുന്നത് കേൾക്കാം. അപ്പോൾ നമ്മളൊന്നും അത് അനുഭവിച്ചിട്ടില്ല. കാരണം രഞ്ജുവിൻ്റെ ഒരു പ്രായമായപ്പോൾ തന്നെ അമ്മ മരിച്ചു. കൊക്കൊക്ക വെച്ച് മിഠായി, ബിസ്ക്കറ്റ്, ജാമുകൾ, അച്ചാറുകൾ, അങ്ങനെയൊക്കെ ഒത്തിരി ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവർക്ക് അനുഭവമുണ്ട്. ചാമ്പയ്ക്ക ജാമ്, ഇതൊക്കെ നമുക്ക് പുതിയ അറിവ്. പണ്ടത്തെ കാലം, ഇപ്പോഴത്തെ അല്ല. ഞാൻ ഈ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഉണ്ടോ എല്ലാം റെഡി ആയിട്ടുണ്ട്.
ഇങ്ങനെ പൊളിക്കാൻ ഞാൻ ആദ്യമായിട്ടാ കേട്ടോ കാണുന്നേ. കണ്ടോ? അച്ഛൻ പൊളിക്കുന്ന ഇങ്ങനെ ഞാൻ പൊളിക്കുന്ന അച്ഛൻ അങ്ങനെ പൊളിക്കാൻ ഞാൻ അത് കണ്ടിട്ടില്ല. എടുക്കുമ്പോ എടുക്കാൻ എളുപ്പാ. അപ്പം എല്ലാവർക്കും ഇഷ്ടമായോ ചക്ക? എല്ലാവർക്കും ഈ ചക്ക വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ല ബായ്.